ലെന വെലറിയന്റെ ശവസംസ്കാരത്തിനു ശേഷം ഇരുണ്ട 6 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഹോൾ ഓഫ് നൈനിന്റെ തണുത്ത കൽച്ചുവരുകൾക്കുള്ളിൽ എരിയുന്ന പന്തങ്ങളുടെ അസ്ഥിരമായ വെളിച്ചത്തിൽ റെനീസ് ടാർഗറിയൻ വളരെ നിശബ്ദയായിരുന്നു. അവരുടെ കണ്ണുകളിൽ ഇപ്പോഴും ഉണങ്ങാത്ത ദുഃഖത്തിന്റെ ഭാരം നിഴലിച്ചിരുന്നു. അവരുടെ അരികിലായി കൊച്ചുമകളായ ബെലായും ഉണ്ടായിരുന്നു. പുറത്ത് വീശിയടിക്കുന്ന കാറ്റിന്റെയും കടൽമാലകളുടെയും ഇരമ്പൽ ആ വലിയ ഹാളിൽ പ്രതിധ്വനിച്ചു. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മൈസ്റ്റർ കെൽവിനിന്റെ വിറയാർന്ന ശബ്ദം ഉയർന്നു. വെസ്റ്ററോസിന്റെ ആധിപത്യം നിലനിർത്താൻ സ്റ്റെപ്സ്റ്റോൺസിൽ വർഷങ്ങളായി പോരാടുന്ന അവരുടെ ഭർത്താവായ ലോർഡ് കോർലിസ് വെലാരിയോണിന് ട്രയാർക്കിയുടെ സൈന്യത്തിന്റെ പെട്ടെന്നുള്ള ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു എന്ന ഹൃദയഭേദകമായ വാർത്തയാണ് അയാൾ കൊണ്ടുവന്നത്. രക്തത്തിൽ കുളിച്ച അദ്ദേഹത്തിന്റെ കപ്പൽ 3 ദിവസത്തിനുള്ളിൽ ഡ്രിഫ്റ്റ്മാർക്കിലേക്ക് മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് തന്നെ കടുത്ത പനി അദ്ദേഹത്തിന്റെ ജീവൻ കവർന്നെടുത്തേക്കാം എന്ന യാഥാർത്ഥ്യം ആ വലിയ മുറിയിലെ വായുവിനെ കൂടുതൽ ഭാരമുള്ളതാക്കി. ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കാതെ എന്നാൽ ഉള്ളിൽ എരിയുന്ന അഗ്നിയോടെ ആ വാക്കുകൾ കേട്ടിരുന്ന റെനീസ് ടാർഗറിയന്റെ മുഖത്ത് ഒരു പേശി പോലും അനങ്ങിയില്ല. അവരുടെ ശ്വാസോച്ഛ്വാസം പതുക്കെയെങ്കിലും ആഴത്തിലുള്ളതായിരുന്നു. അതേ മുറിയിൽ തന്നെ നിഴലുകൾക്കിടയിൽ കാത്തുനിന്നിരുന്ന സർ വയമോൺ വെലാരിയോന്റെ കണ്ണുകളിൽ അധികാരത്തിന്റെ ആർത്തി തിളങ്ങുന്നുണ്ടായിരുന്നു. കോർലിസിന്റെ ഏറ്റവും അടുത്ത രക്തബന്ധുവെന്ന നിലയിൽ തന്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടാൽ ഡ്രിഫ്റ്റ്മാർക്കിന്റെ അനന്തരാവകാശം തനിക്കാണ് ലഭിക്കേണ്ടതെന്ന് അയാൾ യാതൊരു മടിയുമില്ലാതെ പ്രഖ്യാപിച്ചു പറഞ്ഞു. കോർലിസ് വെലാരിയോന്റെ സ്വന്തം തീരുമാനപ്രകാരം അടുത്ത അവകാശിയായി പ്രഖ്യാപിക്കപ്പെട്ട ലൂസറിസ് വെലാരിയോണിനെ അംഗീകരിക്കാൻ അയാൾ തയ്യാറായില്ല. പകരം ആ കുട്ടി വെറുമൊരു ഹാർവിൻ സ്ട്രോങ്ങിന്റെ അവിഹിത സന്തതിയാണെന്ന് അയാൾ പല്ലിറുമിക്കൊണ്ട് ആരോപിച്ചു. ആ വാക്കുകൾ കേട്ട നിമിഷം റെനീസ് ടാർഗറിയന്റെ കണ്ണുകളിൽ അപകടകരമായ ഒരു മിന്നൽ കടന്നുപോയി. അവളുടെ ബന്ധുവായ രാജാവ് വിസരീസ് ഇത്തരം രാജ്യദ്രോഹപരമായ വാക്കുകൾ കേട്ടാൽ അയാളുടെ നാവ് പിഴുതെടുക്കുമെന്ന് വളരെ ശാന്തവും എന്നാൽ മൂർച്ചയേറിയതുമായ സ്വരത്തിൽ അവൾ മുന്നറിയിപ്പ് നൽകി പറഞ്ഞു. എന്നാൽ ഭയത്തിന്റെ ഒരു കണിക പോലുമില്ലാതെ വെമണ്ട് വെലറിയന് തിരിച്ചടിച്ചു. ഇപ്പോൾ രാജാവ് വിസരീസിന് പകരം ഭരണം നടത്തുന്നത് ആലിസന്റ് ഹൈടവർ ആണെന്നും ഡ്രിഫ്റ്റ്മാർക്കിന്റെ മേലുള്ള തന്റെ അവകാശവാദം അവർ പൂർണ്ണമായും അംഗീകരിക്കുമെന്നുമുള്ള അയാളുടെ ഉറച്ച വിശ്വാസം ആ മുറിയിലെ അന്തരീക്ഷത്തെ കൂടുതൽ ശ്വാസം മുട്ടിക്കുന്നതാക്കി മാറ്റി. പുറത്ത് കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകുന്നതുപോലെ തോന്നി. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ മുന്നറിയിപ്പായി പന്തങ്ങളിലെ തീജ്വാലകൾ ആടിയുലഞ്ഞു. അതേസമയം ഡ്രാഗൺ സ്റ്റോണിന്റെ പുകയുന്ന അന്തരീക്ഷത്തിൽ തിളച്ചുമറിയുന്ന ലാവയുടെ ചൂടിൽ നിന്നും ഉയരുന്ന ഗന്ധം ശ്വസിച്ചുകൊണ്ട് പ്രിൻസ് ഡേമൺ കാഠിന്യമേറിയ ഡ്രാഗൺ മൗണ്ടിലേക്ക് കയറുകയായിരുന്നു. ആ അഗ്നിപർവ്വതത്തിന്റെ ഓരോ പാറക്കെട്ടുകളിലും ചരിത്രത്തിന്റെ ഭാരം ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ചുട്ടുപൊള്ളുന്ന ചൂടിലും അയാളുടെ ചുവടുകൾക്ക് യാതൊരു പതർച്ചയും ഉണ്ടായിരുന്നില്ല. കനത്ത ഇരുട്ടിനെ വകഞ്ഞുമാറ്റി അഗ്നിപർവ്വതത്തിനുള്ളിലെ ഒരു രഹസ്യ അറയിൽ നിന്നും സൈറാക്സിന്റെ 3 ഡ്രാഗൺ മുട്ടകൾ അയാൾ സൂക്ഷ്മതയോടെ പുറത്തെടുത്തു. ആ മുട്ടകളുടെ പ്രതലത്തിലെ ചൂട് അയാളുടെ കൈകളിൽ പടർന്നപ്പോൾ അയാളുടെ മുഖത്തൊരു നേരിയ പുഞ്ചിരി വിടർന്നു. താഴെ കോട്ടയിലേക്ക് ഓടിയെത്തിയ അയാൾ ആ അമൂല്യമായ മുട്ടകൾ വളരെ സുരക്ഷിതമായി ഡ്രാഗൺ കീപ്പേഴ്സിന് കൈമാറി. അവിടെ കോട്ടയുടെ ഉള്ളിലെ ഇരുണ്ടതും വിശാലവുമായ ഒരു ലൈബ്രറിയിൽ ഗർഭിണിയായ രാജകുമാരി റെനേറ തന്റെ മൂത്ത മകൻ പ്രിൻസ് ജെക്കേറിസ് വെലാരിയോണിനെ വളരെ സ്നേഹത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. മെയ്സ്റ്റർ ജെറാഡിസിന്റെ ശിക്ഷണത്തിൽ ഹൈ വെലീരിയൻ ഭാഷ പഠിക്കാൻ പാടുപെടുന്ന ആ കുട്ടിയുടെ മുഖത്തെ നിരാശ അവൾക്ക് വ്യക്തമായി വായിക്കാൻ കഴിയുമായിരുന്നു. തെറ്റുകൾ വരുത്തുമ്പോൾ സ്വയം ശകാരിക്കുന്ന അവനെ നോക്കി പഠിക്കാൻ ഇനിയും ഒരുപാട് സമയമുണ്ടെന്ന് പറഞ്ഞ് അവൾ അവനെ ആശ്വസിപ്പിച്ചു. ആ മുറിയുടെ ശാന്തത പെട്ടെന്നാണ് ഇല്ലാതായത്. മൂത്ത മകനെയും ഇളയവനായ ജോഫ്രിയെയും മാസ്റ്ററേയും മുറിയിൽ നിന്നും പുറത്താക്കിയ ശേഷം ഡ്രിഫ്റ്റ്മാർക്കിൽ നിന്നും ബെയ്ലായി അയച്ച ഒരു കത്തുമായി ഡേമൺ ആ മുറിയിലേക്ക് കടന്നുവന്നു. ആ കത്തിലെ വിവരങ്ങൾ അറിഞ്ഞ നിമിഷം റെനേറയുടെ കണ്ണുകളിൽ ഭയവും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു. വേമോണ്ട് വെലാരിയോന്റെ ലക്ഷ്യങ്ങൾ അവളെ വല്ലാതെ പ്രകോപിപ്പിച്ചു. പ്രത്യേകിച്ച് ആലിസന്റ് ഹൈടവറും ഓട്ടോ ഹൈടവറും അയാൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന ചിന്ത അവളെ കൂടുതൽ അസ്വസ്ഥയാക്കി. ലൂസറസ് വെലാരിയോന്റെ അവകാശവാദം റദ്ദാക്കപ്പെട്ടാൽ അത് ജെയ്സിന്റെയും സ്വന്തം നിലയിലും അയറൺ ത്രോണിന്റെ മേലുള്ള അവകാശവാദത്തെയും എന്നേക്കുമായി ഇല്ലാതാക്കുമെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. മാത്രമല്ല റെനീസ് ടാർഗറിയൻ രാജധാനിയിൽ തിരിച്ചെത്തിയെന്ന വാർത്ത അവളിൽ സംശയത്തിന്റെ വിത്തുകൾ പാകി. തങ്ങളുടെ മകൻ ലെനറിന്റെ മരണത്തിൽ റെനീസ് ടാർഗറിയൻ ഇപ്പോഴും തങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടെന്നും ബയലായെ സംരക്ഷിക്കുന്നത് മകൾ ലേന വെലാരിയോണിന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി മാത്രമാണെന്നും അവൾ വാദിച്ചു. എന്നാൽ ഡേമൺ വളരെ ആത്മവിശ്വാസത്തോടെ റെനീസ് ഒരിക്കലും വേമോണ്ടിനെ പിന്തുണയ്ക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. തങ്ങളുടെ കുട്ടികളുടെ ഭാവിക്കായി പ്രത്യേകിച്ച് ലൂക്കിന്റെ അവകാശത്തിനായി പോരാടാൻ കിങ്സ് ലാൻഡിംഗിലേക്ക് ഉടൻ തന്നെ മടങ്ങണം എന്ന അന്തിമ തീരുമാനത്തിലേക്ക് അവർ രണ്ടുപേരും എത്തിച്ചേർന്നു. കിങ്സ് ലാൻഡിംഗിന്റെ കനത്ത മൂടൽമഞ്ഞിലൂടെ റെഡ് കീപ്പിലേക്ക് കടന്നുവരുമ്പോൾ റെനേറയുടെയും ഡേമോണിന്റെയും മനസ്സിൽ അനിർവചനീയമായ ഒരു ഭയം തളംകെട്ടി നിന്നിരുന്നു. മുറ്റത്തെ തണുത്ത കല്ലുകളിൽ അവരുടെ കുതിരകളുടെ കുളമ്പടികൾ പ്രതിധ്വനിച്ചെങ്കിലും ആ വലിയ സാമ്രാജ്യത്തിന്റെ അവകാശികളെ സ്വീകരിക്കാൻ അവിടെ ആകെയുണ്ടായിരുന്നത് ഭയന്നുവിറയ്ക്കുന്ന ലോർഡ് അലൻ കാസ്വെൽ മാത്രമായിരുന്നു. ആ വലിയ കോട്ടയുടെ ഇരുണ്ട വരാന്തകളിലൂടെ നടക്കുമ്പോൾ തങ്ങൾക്ക് പരിചിതമായ ടാർഗറിയൻ അടയാളങ്ങൾക്കെല്ലാം പകരം
ഫെയ്ത്ത് ഓഫ് ദ സെവനിന്റെ അപരിചിതമായ ചിഹ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് അവൾ വല്ലാതെ അസ്വസ്ഥയായി. വർഷങ്ങളായി താൻ വളർന്ന ആ പഴയ വീട് ഇപ്പോൾ ഒട്ടും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറിയിരിക്കുന്നുവെന്ന് അവൾ സങ്കടത്തോടെ പറഞ്ഞു. വലിയ ഇരുമ്പുവാതിലുകൾ തുറന്ന് വിസരീസിന്റെ ശ്വാസം മുട്ടിക്കുന്നതുമായ മുറിയിലേക്ക് കടന്നപ്പോൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പൊടിയും ചിലന്തിവലയും മൂടിക്കിടക്കുന്ന ഓൾഡ് വലീരിയയുടെ മാതൃക അവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. മുറിയുടെ മൂലയിൽ അസഹനീയമായ വേദനയാൽ പുളയുന്ന രാജാവ് വിസരീസിനെ കണ്ടപ്പോൾ അവരുടെ ശ്വാസം നിലച്ചുപോയി. മുടി കൊഴിഞ്ഞ് പല്ലുകൾ ദ്രവിച്ച് മുഖം മുഴുവൻ ബാൻഡേജുകളാൽ മൂടപ്പെട്ട അദ്ദേഹത്തിന്റെ രൂപം കണ്ട് അവർക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സ്റ്റെപ്പ് സ്റ്റോൺസിൽ കോർലീസിന് പരിക്കേറ്റ വിവരവും ഡ്രിഫ്റ്റ്മാർക്കിന്റെ പിന്തുടർച്ചാവകാശത്തെക്കുറിച്ചുള്ള തർക്കവും ഡേമൺ അവിടെ അവതരിപ്പിച്ചെങ്കിലും വേദനയാൽ മതിഭ്രമം ബാധിച്ച വിസരീസ് അതെല്ലാം നേരത്തെ തന്നെ പരിഹരിക്കപ്പെട്ടുവെന്ന് അവ്യക്തമായി പറഞ്ഞു. ആലിസന്റ് ഹൈറ്റാവറും ഓട്ടോയുമാണിപ്പോൾ കോടതി കാര്യങ്ങൾ നോക്കുന്നതെന്ന് രാജാവ് പറഞ്ഞപ്പോൾ റെനേറയുടെ ഉള്ളിൽ വലിയൊരു അഗ്നിപർവ്വതം പുകയുകയായിരുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നും കേട്ട കുട്ടികളുടെ കരച്ചിൽ ശ്രദ്ധിച്ച വിസരീസിന് അരികിലേക്ക് റെനേറ തന്റെ ഇളയ മക്കളായ ഏഗോണിനെയും വിസരീസിനെയും കൊണ്ടുചെന്നു. ആ കുരുന്നുകളെ കണ്ടപ്പോൾ രാജാവിന്റെ ചുണ്ടുകളിൽ നേരിയൊരു പുഞ്ചിരി വിടർന്നു. ഇളയവന്റെ പേര് ഒരു രാജാവിന് യോജിച്ചതാണെന്ന് അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞു. എന്നാൽ പെട്ടെന്നുണ്ടായ കടുത്ത വേദനയിൽ പുളഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ ചായയ്ക്കായി വീണു. കിടക്കക്കരികിലിരുന്ന കപ്പിലെ പാനീയം ഡേമൺ എടുത്തു നൽകിയെങ്കിലും അതിന്റെ ഗന്ധം ശ്വസിച്ച നിമിഷം അയാളുടെ മുഖം വലിഞ്ഞു മുറുകി. അത് വെറും ചായയല്ലെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. മറ്റൊരിടത്ത് കനത്ത മരവാതിലുകൾക്ക് പിന്നിലെ സ്മോൾ കൗൺസിലിന്റെ ഇടുങ്ങിയ മുറിയിൽ സർ ഹാരോൾഡ് വെസ്റ്റർലിംഗ് വന്ന് റെനേറയും ഡേമണും എത്തിയ വിവരം അറിയിക്കുമ്പോൾ അവിടെ കടുത്ത വാദപ്രതിവാദങ്ങൾ നടക്കുകയായിരുന്നു. പിരിമുറുക്കം നിറഞ്ഞ ആ മുറിയിൽ ഗ്രാൻഡ് മേസ്റ്റർ ഓർവൈലും ലോർഡ് ലൈമൻ ബീസ്ബറിയും ലൂസറീസിനെ അവകാശിയായി അംഗീകരിക്കണമെന്ന് വാദിച്ചപ്പോൾ ലോർഡ് ജാസ്പർ വൈൽഡും സർ ടൈലാൻഡ് ലാനിസ്റ്ററും ആ കുട്ടിയുടെ അനുഭവക്കുറവിനെ ചോദ്യം ചെയ്തു. പിറ്റേന്ന് രാവിലെ എല്ലാവർക്കും തങ്ങളുടെ വാദങ്ങൾ അവതരിപ്പിക്കാമെന്ന് പ്രഖ്യാപിച്ച് അവിടെ നിന്നും ഇറങ്ങിയ ക്വീൻ ആലിസന്റിനെ കാത്തിരുന്നത് സർ എറിക് കാർഗേൽ നൽകിയ മറ്റൊരു അശുഭവാർത്തയായിരുന്നു. പ്രിൻസ് ഏഗോണിന്റെ മുറിയിൽ നടന്ന ഒരു അനിഷ്ട സംഭവത്തെക്കുറിച്ച് കേട്ട അവർ ഹൃദയമിടിപ്പോടെ വേഗത്തിൽ തന്റെ സ്വകാര്യ അറയിലെത്തി. അവിടെ അവളുടെ വിശ്വസ്തയായ താലിയായോടൊപ്പം ഭയന്നുവിറച്ച് കരയുന്ന ഡയന എന്ന പെൺകുട്ടി നിൽപ്പുണ്ടായിരുന്നു. പ്രിൻസസ് ഹെലേന ടാർഗറിയന്റെ പരിചാരികയായ ആ പെൺകുട്ടി മദ്യലഹരിയിലായിരുന്ന പ്രിൻസ് ഏഗോൺ തന്നെ ക്രൂരമായി ഉപദ്രവിച്ച വിവരം തേങ്ങലുകളോടെ പറഞ്ഞപ്പോൾ ആലിസന്റിന്റെ മുഖം വിളറി വെളുത്തു. ആ പെൺകുട്ടി പറയുന്നത് പൂർണ്ണ സത്യമാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിലും പുറംലോകം ഈ സത്യം അംഗീകരിക്കില്ലെന്ന് മനസ്സിലാക്കിയ അവർ ഒരു പണക്കിഴി നൽകി അവളുടെ വായടപ്പിക്കുകയും നിർബന്ധപൂർവ്വം മൂൺടീ കുടിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് മദ്യപിച്ച് ലെക്കുകെട്ട ഏഗോണിന്റെ മുറിയിലേക്ക് കടന്നുചെന്ന ആലിസന്റ് സ്വന്തം കുടുംബത്തിനും ഭാര്യയ്ക്കും അവൻ വരുത്തിവെച്ച നാണക്കേടിനെക്കുറിച്ച് പറഞ്ഞ് അവനെ അതിരൂക്ഷമായി ശകാരിച്ചു. താൻ ഒരിക്കലും അവന്റെ മാതാവല്ലെന്ന് അവർ വെറുപ്പോടെ പറഞ്ഞു. തന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട അമിതമായ പ്രതീക്ഷകളുടെ ഭാരത്തെക്കുറിച്ച് ഏഗോൺ ദുർബലമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ അതൊന്നും ചെവിക്കൊണ്ടില്ല. പെട്ടെന്ന് ഇതൊന്നുമറിയാതെ ഡയാനയെ അന്വേഷിച്ച് അവിടേക്ക് വന്ന ഹെലനായെ കണ്ട നിമിഷം സകല നിയന്ത്രണവും നഷ്ടപ്പെട്ട അലൈസന്റ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ മകളെ ഇറുകെ പുണർന്നു. വിസരീസിന്റെ മുറിയിലെ മ്ലാനമായ അന്തരീക്ഷത്തിൽ രാജാവിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് റെനേറയും ഡേമോണും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആലിസന്റ് അവിടേക്ക് വന്നത്. ഭരണകാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ വേണ്ടി ഓട്ടോയും ആലിസന്റും ചേർന്ന് രാജാവിനെ നിരന്തരം മയക്കിക്കിടത്തുകയാണെന്ന് അവർ രണ്ടുപേരും നേരിട്ട് കുറ്റപ്പെടുത്തി പറഞ്ഞു. തന്റെ മകന്റെ അവകാശത്തെക്കുറിച്ച് ആര് തീരുമാനമെടുക്കുമെന്ന് ചോദിച്ചു. അതിന് താനും തന്റെ പിതാവായ ഹാൻഡ് ഓഫ് ദ കിങ്ങും ചേർന്ന് അത് തീരുമാനിക്കുമെന്ന് ആലിസന്റ് തികഞ്ഞ അഹങ്കാരത്തോടെ മറുപടി പറഞ്ഞു. അതേസമയം റെഡ് കീപ്പിന്റെ വിശാലമായ മുറ്റത്ത് തങ്ങളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന ജെയ്സും ലൂക്കും പെട്ടെന്നാണ് ആ കാഴ്ച കണ്ടത്. മുറ്റത്തിന്റെ ഒത്ത നടുവിൽ വാളുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദങ്ങൾക്കിടയിൽ ക്രിസ്റ്റ്യൻ കോളും തങ്ങളുടെ അമ്മാവനായ പ്രിൻസ് ഈമോണ്ട് ടാർഗറിനും തമ്മിലുള്ള ഭയാനകമായ പരിശീലന പോരാട്ടം നടക്കുകയായിരുന്നു. കോളിനെ അനായാസം പരാജയപ്പെടുത്തിയ ഈമോണ്ട് തിരിഞ്ഞ് തന്റെ അനന്തരവന്മാരെ കണ്ടപ്പോൾ അവന്റെ ശബ്ദത്തിൽ അപകടകരമായ ഒരു ഭീഷണി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവർക്കുള്ള മറുപടി നൽകാൻ നിൽക്കാതെ അവിടേക്ക് ഹൈടവർ കാവൽക്കാരുടെ അകമ്പടിയോടെ ഗർവോടെ നടന്നുവരുന്ന വേമോണ്ടിനെ അവർ കണ്ടു. പിന്നീട് റെഡ് കീപ്പിന്റെ ഇലകൾ കൊഴിയുന്ന ഗോഡ്സ്വുഡിന്റെ തണുത്ത തണലിൽ റെനേറ റെനീസ് ടാർഗറിയനെ രഹസ്യമായി കണ്ടുമുട്ടി. ഡ്രിഫ്റ്റ്മാർക്കിന്റെ കാര്യത്തിൽ വെമണ്ടിനു പകരം സ്വന്തം അവകാശവാദം ഉന്നയിക്കാനാണ് അവർ വന്നതെന്ന് മനസ്സിലാക്കിയ റെനേറ ഓട്ടോയും ആലിസന്റും ഒരുക്കിയിരിക്കുന്ന കെണിയിൽ വീഴരുതെന്ന് മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ജെയ്സിനെയും ലൂക്കിനെയും ബെലയ്ക്കും റഹനയ്ക്കും വിവാഹം കഴിപ്പിച്ചു നൽകാം എന്ന നിർദ്ദേശം അവൾ മുന്നോട്ടുവച്ചു.
എന്നാൽ ലെനറിന്റെ മരണത്തിലുള്ള പഴയ പക മനസ്സിൽ സൂക്ഷിച്ചിരുന്ന റെനീസ് ടാർഗറിയൻ ആ വാഗ്ദാനം നിരസിച്ചുകൊണ്ട് താൻ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന് തണുത്ത സ്വരത്തിൽ പറഞ്ഞു. ആ രാത്രിയിൽ കിങ്സ് ലാൻഡിംഗിന്റെ മുകളിലൂടെ ഒരു വലിയ കൊടുങ്കാറ്റ് ആഞ്ഞുവീശുകയായിരുന്നു. ഇടിമുഴക്കങ്ങൾ റെഡ് കീപ്പിന്റെ കൽച്ചുവരുകളെ പ്രകമ്പനം കൊള്ളിച്ചു. ഇരുളടഞ്ഞ ആ വലിയ മുറിയിൽ മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന ഗന്ധങ്ങൾക്കിടയിൽ വിസരീസിന്റെ കിടക്കക്കരികിൽ റെനേറ കണ്ണീരോടെയിരുന്നു. പനിപിടിച്ച അദ്ദേഹം അവളെ അലൈസെന്റെന്ന് വിളിച്ചപ്പോൾ അവൾ ഹൃദയം തകർന്ന് അത് തിരുത്തിപ്പറഞ്ഞു. തുടർന്ന് ഏഗോൺ ദ കോങ്കറർ കണ്ട ആ വലിയ സ്വപ്നമായ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ ഒരു യഥാർത്ഥ പ്രവചനമാണോ എന്ന് അവൾ വിറയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു. തന്നെ അവകാശിയായി പ്രഖ്യാപിച്ചത് രാജ്യത്തെ രണ്ടായി വിഭജിച്ചുവെന്നും ആ വലിയ ഉത്തരവാദിത്വം വഹിക്കാൻ തനിക്ക് ഭയമാണെന്നും അവൾ കരഞ്ഞുകൊണ്ടു പറഞ്ഞു. തന്റെ മക്കളെയും തന്നെയും സംരക്ഷിക്കണമെന്ന് അവൾ കേണപേക്ഷിച്ചുവെങ്കിലും വേദനയുടെ ആഴങ്ങളിൽ സ്വബോധം നഷ്ടപ്പെട്ട വിസരീസിന് യാതൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം പിതാവ് പോലും തന്നെ ഉപേക്ഷിച്ചുവെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അവൾ അവിടെയിരുന്ന് പൊട്ടിക്കരഞ്ഞു. എന്നാൽ പിറ്റേന്ന് രാവിലെ കടുത്ത വേദനകളെ വകവയ്ക്കാതെ വിസരീസ് തന്റെ മരുന്നുകൾ നിരസിക്കുകയും അന്ന് രാത്രി തന്നെ കുടുംബാംഗങ്ങൾക്കെല്ലാം വേണ്ടി ഒരു വലിയ വിരുന്നൊരുക്കാൻ ഓട്ടോയോട് കൽപ്പിക്കുകയും ചെയ്തു. വലിയ സിംഹാസനമുറിയിൽ കനത്ത ഇരുമ്പുവാതിലുകൾക്കു പിന്നിൽ വിസരീസിനു പകരം അയൺ ത്രോണിലിരുന്നുകൊണ്ട് ഓട്ടോ കാര്യങ്ങൾ നിയന്ത്രിക്കുകയായിരുന്നു. സഭയിൽ മുഴങ്ങുന്ന ശബ്ദത്തിൽ വെമണ്ട് താൻ മാത്രമാണ് യഥാർത്ഥ വെലറിയന്തമുള്ള അവകാശിയെന്ന് വാദിച്ചു. കോപത്തോടെ അയാളെ എതിർക്കാൻ ശ്രമിച്ച റെനേറയെ അലൈസെന്റ് തടഞ്ഞു. എന്നാൽ പെട്ടെന്ന് സഭയുടെ വലിയ വാതിലുകൾ വലിയ ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. കാവൽക്കാരുടെ ആശ്ചര്യപ്പെട്ട നോട്ടങ്ങൾക്കിടയിലൂടെ കടുത്ത വേദനയാൽ ഓരോ ചുവടും പാടുപെട്ടുവെച്ചുകൊണ്ട് തന്റെ മകൾക്ക് അവസാനത്തെ പിന്തുണ നൽകാനായി സാക്ഷാൽ വിസരീസ് അവിടേക്ക് നടന്നുവന്നു. അദ്ദേഹത്തിന്റെ ഓരോ ശ്വാസവും ആ വലിയ മുറിയിൽ പ്രതിധ്വനിച്ചു. അയറൺ ത്രോണിന്റെ കുത്തനെയുള്ള പടവുകൾ കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ വിസരീസിന്റെ കാലുകൾ ഇടറുകയും അദ്ദേഹത്തിന്റെ കിരീടം താഴേക്ക് വീഴുകയും ചെയ്തു. പെട്ടെന്ന് അവിടേക്ക് വേഗത്തിൽ ഓടിയെത്തിയ ഡീമൺ വളരെ സ്നേഹത്തോടെ ആ കിരീടം എടുത്തു നൽകുകയും തന്റെ ജ്യേഷ്ഠനെ സിംഹാസനത്തിലിരിക്കാൻ സഹായിക്കുകയും ചെയ്തു. സിംഹാസനത്തിലിരുന്നുകൊണ്ട് തികഞ്ഞ നിശബ്ദത തളംകെട്ടിയ ആ സഭയിൽ എന്തുകൊണ്ടാണ് ഈ പിന്തുടർച്ചാവകാശത്തെക്കുറിച്ച് ഇനിയും ചർച്ചകൾ നടക്കുന്നതെന്ന് വിസരീസ് ചോദിച്ചു. ലോർഡ് കോർലിസിന്റെ യഥാർത്ഥ ആഗ്രഹം എന്താണെന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം റെനീസ് ടാർഗറിയനോട് ആവശ്യപ്പെട്ടു. സഭയെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ലൂസറസിനെ അവകാശിയാക്കാനാണ് കോർലിസ് എപ്പോഴും ആഗ്രഹിച്ചിരുന്നതെന്നും ജെയ്സിനെയും ലൂക്കിനെയും ബെലയ്ക്കും റെഹനയ്ക്കും വിവാഹം ചെയ്തു കൊടുക്കാനുള്ള റെനേറയുടെ തീരുമാനത്തെ താൻ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്നും അവർ ഉറപ്പിച്ചു പറഞ്ഞു. അതോടെ ലൂസറിസിനെ ഡ്രിഫ്മാർക്കിന്റെ അടുത്ത അവകാശിയായി വിസരീസ് പ്രഖ്യാപിച്ചു. ഇത് കേട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട വെമണ്ട് സഭയുടെ നടുവിൽ നിന്നുകൊണ്ട് പൊട്ടിത്തെറിച്ചു. വർഷങ്ങളായുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തി തന്റെ മകളെ അവകാശിയാക്കിയ വിസരീസിന് ഹൌസ് വെലറിയോണിന്റെ കാര്യത്തിൽ ഇടപെടാൻ യാതൊരു അവകാശവുമില്ലെന്ന് അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അവൻ വെറുമൊരു രണ്ടാമത്തെ മകൻ മാത്രമാണെന്ന് രാജാവ് ഓർമ്മിപ്പിച്ചപ്പോൾ സകല അതിരുകളും ലംഘിച്ചുകൊണ്ട് റെനേറയുടെ മക്കൾ വെറും അവിഹിത സന്തതികളാണെന്നും അവൾ ഒരു വേശ്യയാണെന്നും വെമണ്ട് അലറി വിളിച്ചു പറഞ്ഞു. കോപത്താൽ വിറച്ച വിസരീസ് തന്റെ കഠാര ഊരി അയാളുടെ നാവ് പിഴുതെടുക്കുമെന്ന് അലറി. എന്നാൽ അതിനു മുമ്പ് തന്നെ ഒരു മിന്നൽപ്പിണർ പോലെ തന്റെ വിശ്വസ്ത വാളായ ഡാർക്ക് സിസ്റ്റർ ഉപയോഗിച്ച് ഡെയ്മോൺ ഒറ്റവെട്ടിന് വേമോണ്ടിന്റെ തലയുടെ പകുതി വെട്ടിമാറ്റി. ആ വലിയ ഞെട്ടലിൽ ഹൃദയം തകർന്ന് വിസരീസ് സിംഹാസനത്തിൽ കുഴഞ്ഞു വീണു. അന്ന് രാത്രിയിലെ മരവിപ്പിക്കുന്ന തണുപ്പിൽ വേമോണ്ടിന്റെ രക്തം പുരണ്ട ശരീരം സൈലന്റ് സിസ്റ്റർ സംസ്കാരത്തിനായി ഒരുക്കുന്നത് നോക്കി റെനീസ് ടാർഗറിയൻ നിർവികാരയായി നിന്നു. അവിടേക്ക് വന്ന ഗ്രാൻഡ് മേസ്റ്റർ ഓർവൈൽ മരണത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നത് അശുഭമാണെന്ന് പറഞ്ഞെങ്കിലും മരണത്തിന്റെ മാലാഖയ്ക്ക് ഇനി തന്നോട് യാതൊരു കരുണയുമില്ലെന്ന് പറഞ്ഞ് അവർ അയാളെ തിരിച്ചയച്ചു. അതേസമയം വിസരീസിന്റെ സ്വകാര്യ അറയിൽ ഒരു വലിയ വിരുന്ന് നടക്കുകയായിരുന്നു. തന്റെ മുഖത്തെ മൂടിമാറ്റി ദ്രവിച്ചു തുടങ്ങിയ തന്റെ മുഖം കാണിച്ച് പരസ്പരമുള്ള എല്ലാ ശത്രുതയും മറന്ന് സ്നേഹത്തോടെ ഒന്നിച്ചു നിൽക്കാൻ അദ്ദേഹം ഇരുവിഭാഗത്തോടും കണ്ണീരോടെ അപേക്ഷിച്ചു പറഞ്ഞു. ആ അന്തരീക്ഷത്തിൽ റെനേറായും ആലിസന്റും പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുകയും ഹെലേന സന്തോഷത്തോടെ ജെയ്സിനൊപ്പം നൃത്തം വയ്ക്കുകയും ചെയ്തു. എന്നാൽ വിസരീസ് അവിടെ നിന്നും പോയതിനുശേഷം മേശപ്പുറത്ത് കൊണ്ടുവന്ന പന്നിയെ കണ്ട് ലൂക്ക് ചിരിച്ചപ്പോൾ പഴയ ഓർമ്മകളിൽ പ്രകോപിതനായ ഈമോണ്ട് എഴുന്നേറ്റുനിന്ന് അവരെ സ്ട്രോങ് എന്ന് വിളിച്ചു പരിഹസിച്ചു.
അത് വലിയൊരു സംഘർഷത്തിൽ കലാശിച്ചെങ്കിലും ഡേമൺ ഇടപെട്ട് എല്ലാവരെയും പിടിച്ചുമാറ്റി. ഈ വിവരങ്ങളെല്ലാം താലിയ രഹസ്യമായി ഓടിപ്പോയി മൈസെരിയായി അറിയിക്കുന്നുണ്ടായിരുന്നു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കടുത്ത വേദനയിൽ പുളയുന്ന വിസരീസിന് മരുന്ന് നൽകാനായി അലൈസന്റ് അദ്ദേഹത്തിന്റെ അരികിലെത്തി. മരുന്നിന്റെ ലഹരിയിൽ അവളെ റെനേറ എന്ന് തെറ്റിദ്ധരിച്ച അദ്ദേഹം ഏഗോൺ ദ കോങ്കററിന്റെ സ്വപ്നത്തെക്കുറിച്ചും രാജ്യത്തെ വരാനിരിക്കുന്ന വലിയ വിപത്തിൽ നിന്നും രക്ഷിക്കേണ്ടതിനെക്കുറിച്ചും അവ്യക്തമായി പറഞ്ഞു. എന്നാൽ തങ്ങളുടെ മകനായ ഏഗോണിനെയാണ് അദ്ദേഹം അടുത്ത രാജാവായി പ്രഖ്യാപിക്കുന്നതെന്ന് അലൈസന്റ് തെറ്റിദ്ധരിച്ചു. അവൾ അവിടെ നിന്നും പോയതിനുശേഷം കനത്ത ഇരുട്ടിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ മനസ്സിൽ ധ്യാനിച്ച് എന്റെ പ്രണയമേ എന്ന് മന്ത്രിച്ചുകൊണ്ട് വിസരീസ് എന്നേക്കുമായി കണ്ണുകളടച്ചു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഹൗസ് ഓഫ് ദ ഡ്രാഗണിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you so much.